കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരെയാണ് നിതീഷിനു പുറമെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മൃതദേഹം വിജയനും കുടുംബവും താമസിച്ചിരുന്ന പഴയ വീട്ടിലെ പശുത്തൊഴുത്തിൽ മറവു ചെയ്തുവെന്നായിരുന്നു പ്രതി നിതീഷ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ തിരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വന്നതോടെ പ്രതി മൊഴി മാറ്റി. മറ്റാരും അറിയാതെ കുഞ്ഞിന്റെ മൃതദേഹം മാറ്റിയെന്നായിരുന്നു നിതീഷിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇതോടെയാണ് മറ്റു പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതേസമയം നിതീഷുമായി അടുപ്പം തുടങ്ങിയത് മുതലാണ് വിജയന്റെ കുടുംബം അസ്വസ്ഥമായതെന്ന് വിജയന്റെ പഴയ വീടിന് സമീപത്തുള്ളവർ പറഞ്ഞു. ഇവരുടെ വീട്ടിലേക്ക് പിന്നെ ഞങ്ങളെ ആരെയും അടുപ്പിക്കുമല്ലായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. പിന്നെ അടുപ്പിക്കുന്നില്ലായിരുന്നു. ഇവിടുത്തെ ആർക്കും ഒരു നെയ്ബറിന് പോലും ഒന്നും അറിയത്തില്ല. അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം. കുഞ്ഞിന്റെ മൃതദേഹം മറവു ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പ്രതികളിൽ നിന്ന് തന്നെ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിലെ വാടക വീട്ടിൽ നിന്ന് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിർണായക ഘടകമാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.